നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരിങ്ങളം ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രം. സർവ ഐശ്വര്യദായിനിയായ അമ്മ ലളിതാഭാവത്തിൽ സർവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിവിടെ കുടികൊള്ളുന്നു. കോഴിക്കോട് ജില്ലയിൽ പെരിങ്ങളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ചരിത്ര വിശേഷങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് പെരിങ്ങളം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ഹിന്ദു വിശ്വാസപ്രകാരം അതിവിശിഷ്ടവും അപൂർവവുമായ ഒരു വൈദിക യജ്ഞത്തിന് ഈ ക്ഷേത്രം വേദിയാകാൻ പോവുകയാണ്. 2024 ഓഗസ്റ്റ് 17 ചിങ്ങം 1 ശനിയാഴ്ച രാവിലെ 7:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ തെക്കിനിയടുത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെയും ഈ ശ്രീചക്ര പൂജ എന്ന് പറഞ്ഞാല് അതിന്റെ പ്രാധാന്യം, ആ പൂജയ്ക്ക് തന്നെ കുറച്ച് സമയങ്ങളും നിഷ്ഠകളും അതിനുവേണ്ട നിവേദ്യാദി കാര്യങ്ങളും അത് ചെയ്യാനുള്ള ആ അറിവും എല്ലാം ഇതിലൊരു പ്രത്യേകത തന്നെയാണ്. പൂജ തുടങ്ങിയാൽ അതിനിടയിൽ നൃത്തം, വാദ്യം, ഗീതം ഇതൊക്കെ നിർബന്ധമാണ്. ക്ഷേത്രം മേൽശാന്തി കോൽപ്പുറത്ത് ശിവപ്രസാദ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ മഹാക്ഷേത്രങ്ങളിൽ അപൂർവമായി നടത്തുന്ന ഒരു വിശേഷാൽ പൂജയാണ് ശ്രീചക്ര പൂജ. അതിവിശേഷമായ ശ്രീചക്ര പൂജയും അതോടൊപ്പം തന്നെ നടത്തുന്ന മംഗല്യ പൂജയിലും ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള നല്ലൊരു അവസരമാണ് ഈ ക്ഷേത്രത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ മംഗല്യ പൂജയും നടത്തപ്പെടും. അന്നേ ദിവസം വൈകിട്ട് നടക്കുന്ന മംഗല്യ പൂജ തിരുമാന്നാകുന്ന ക്ഷേത്രത്തിലെ മംഗല്യ പൂജയ്ക്ക് തുല്യമാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഐശ്വര്യവരദായിനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ ക്ഷേത്രസന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീചക്രം പ്രപഞ്ചമാതാവായ ലളിതാംബികയുടെയും ആദിപരാശക്തിയുടെയും ആവാസ കേന്ദ്രമാണ്. സർവം ഐശ്വര്യദായകം എന്നതാണ് ശ്രീചക്രം എന്നതിന്റെ വലിയ മേന്മ. ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രീചക്ര പൂജ നമ്മെ സഹായിക്കുന്നു. ഈ സതുദ്യമത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും 2024 ഓഗസ്റ്റ് 17 ചിങ്ങം 1 ശനിയാഴ്ച രാവിലെ 7:30 ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഈ വിശേഷാൽ പൂജകളിലേക്ക് ക്ഷണിക്കുന്നതിനോടൊപ്പം വളരെയേറെ സാമ്പത്തിക ചെലവ് വരുന്ന ഈ യജ്ഞം വിജയിപ്പിക്കുന്നതിന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലളിതാംബിക കുടികൊള്ളുന്ന ശ്രീചക്രത്തിൽ എല്ലാ ദേവന്മാരുടെയും ചൈതന്യം അന്തർലീനമായിരിക്കുന്നു. പൂജാ ബുക്കിംഗിനും വിശദ വിവരങ്ങൾക്കുമായി ക്ഷേത്രം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടുക.